പ്രേതങ്ങളോ ഭൂതങ്ങളോ ഒരു മനുഷ്യനെ നേരിട്ട് കൊന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആക്രമിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നെങ്കിലും അതിനുള്ള പോസിബിലിറ്റീസ് വളരെയധികം കുറവാണ്. കാരണം മനുഷ്യൻ്റെ മരണശേഷം ആത്മാവ് എന്നൊരു സങ്കല്പമുണ്ട് എന്നും അത് അന്തരീക്ഷത്തിലേക്ക് വിലയം പ്രാപിക്കുമെന്നും അത് മോക്ഷപ്രാപ്തി നേടുമെന്നൊക്കെയാണ് നമ്മുടെ സങ്കല്പങ്ങളുള്ളത്. അത്തരത്തിൽ ധാരാളം കഥകൾ നമുക്ക് ചുറ്റും നിറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെയുള്ള കഥകൾ വായിച്ചിട്ടാണ് നമ്മൾ വളർന്നു വരുന്നത്. അതിൽ കുറേയൊക്കെ സത്യങ്ങളുണ്ടായിരിക്കാം, കുറേയൊക്കെ അസത്യങ്ങളായിരിക്കാം, കെട്ടുകഥകളായിരിക്കാം, സങ്കല്പങ്ങളായിരിക്കാം. പക്ഷേ എന്തൊക്കെയാണെങ്കിൽ ശരി തന്നെ, രാത്രിയിൽ വിജനമായ നിഗൂഢമായ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുള്ള പലർക്കും പല ദുരന്ത അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. ദുർമരണം സംഭവിച്ചിട്ടുള്ള പല വ്യക്തികളുടെയും ആത്മാക്കൾ വിജനമായ സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരെ കാത്തു നിൽക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് കഥകൾ നമുക്ക് ചുറ്റും പ്രചരിക്കപ്പെടുന്നുണ്ട് എങ്കിൽ തന്നെയും അവയിലെ എല്ലാം വാസ്തവങ്ങൾ എന്തൊക്കെയാണെന്ന് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നില്ല. പക്ഷേ പകരം ചില അനുഭവങ്ങളും കഥകളും ചരിത്രങ്ങളുമൊക്കെയാണ് നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. പ്രേതങ്ങൾ, ഭൂതങ്ങൾ, സ്പിരിച്വൽ പവർ, നെഗറ്റീവ് എനർജി അഥവാ മനുഷ്യൻ്റെ മരണത്തിന് ശേഷം അല്ലെങ്കിൽ മനുഷ്യൻ്റെ മരണത്തിന് മുമ്പ് എന്ത് സംഭവിച്ചിരുന്നു, എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്, ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതിനെല്ലാം ശാസ്ത്രീയമായി കൃത്യമായ ഒരു മറുപടി ഈ ഏറ്റവും അത്യാധുനികമെന്ന് നമ്മൾ ഘോഷിക്കുന്ന ഈ ഹൈ ടെക്നോളജിയുടെ കാലത്തും നമുക്ക് കൃത്യമായ ഒരു മറുപടി ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എത്രയൊക്കെ തന്നെ ദൈവവിശ്വാസം ഉണ്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയും അതിന് ഓപ്പോസിറ്റായിട്ട് ഒരു ദുഷ്ടശക്തി ഉണ്ട് എന്നുകൂടി സമ്മതിച്ചു തരുന്നുണ്ട്. ഒരു അടച്ചിട്ട മുറിയിൽ കുറച്ച് മുല്ലപ്പൂ വെച്ചിട്ട് കുറേ കഴിഞ്ഞ് ആ മുല്ലപ്പൂ നമ്മളെടുത്ത് മാറ്റിക്കഴിഞ്ഞാലും ആ മുറിക്കുള്ളിൽ കുറേ നേരം ആ മുല്ലപ്പൂവിൻ്റെ ഗന്ധം തങ്ങി നിൽക്കും. അവിടേക്ക് വരുന്ന ഓരോരുത്തർക്കും ആ മുല്ലപ്പൂവിൻ്റെ ഗന്ധം അനുഭവപ്പെടും. നമ്മുടെ ഒപ്പം ജീവിച്ചിരുന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു സമയത്ത് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അയാളുടെ ശരീരം, മൃതശരീരം നമ്മൾ ചിതയിലേക്കോ അല്ലെങ്കിൽ അടക്കം ചെയ്യുകയോ സംസ്കരിക്കുകയോ ഒക്കെ ചെയ്ത് ഓരോ ആചാരപ്രകാരം, വ്യത്യസ്തമായ ആചാരപ്രകാരം നമ്മൾ അവിടെ നിന്നും എടുത്തു മാറ്റി സംസ്കരിച്ച് കഴിഞ്ഞാലും ഈ പറയുന്ന മുല്ലപ്പൂവിൻ്റെ വാസന പോലെ, ആ ഗന്ധം പോലെ അതുവരെ നമ്മോടൊപ്പം ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുടെ ആത്മാവ് എന്ന് വിളിക്കുന്ന ഒരു സത്വം നമുക്ക് ചുറ്റും വിലയം പ്രാപിക്കുന്നത് വരെ അതിൻ്റെ സാമീപ്യം നമുക്കൊപ്പം ഉണ്ടാകും. നമ്മുടെ ചിരിയിൽ, നമ്മുടെ സന്തോഷത്തിൽ, നമ്മുടെ ഊണിൽ, ഉറക്കത്തിൽ നമുക്കൊപ്പം സദാ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തി അയാളുടെ പെട്ടെന്നുണ്ടാകുന്ന ഒരു മരണത്തിന് ശേഷം ആ മൃതശരീരം അവിടെ ബാക്കിയാക്കിയ ശേഷം ആ ജീവൻ എങ്ങോട്ട് പോകുന്നു? അതിന് കൃത്യമായൊരു മറുപടി ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഒരു അപകട മരണം അഥവാ ഒരു ദുർമരണം സംഭവിച്ചതിന് ശേഷമാണ് ആ വ്യക്തി നമ്മളിൽ നിന്നും വിട പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവരായിരുന്നു, അഥവാ നമുക്ക് അവർ എത്രത്തോളം പ്രിയപ്പെട്ടവരായിരുന്നു, ആ പ്രിയം, ആ ഇഷ്ടം, ആ സന്തോഷം, ആ സ്നേഹ വാത്സല്യങ്ങൾ നമ്മളെ അത്ര പെട്ടെന്ന് വിട്ടുപിരിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അത് നമ്മളെ അത്ര വേഗം വിട്ടുപിരിയുകയില്ല. മറ്റാരുടെയെങ്കിലും പ്രേരണയാൽ അല്ലെങ്കിൽ അവരിൽ നിന്നുണ്ടാകുന്ന അനുഭവത്താൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധം പ്രതിസന്ധിയിലായി ജീവിതം സ്വയം ഒടുക്കേണ്ടി വരുന്ന ഒരു വ്യക്തി, അയാൾ ഒറ്റയ്ക്കോ അയാളുടെ കുടുംബത്തിനൊപ്പമോ കൂട്ട ആത്മഹത്യ ചെയ്യുന്ന, ദുർമരണം സ്വയം വരിക്കേണ്ടി വരുന്ന ആ കുടുംബം, അവരുടെ ആത്മാവ് എങ്ങോട്ട് പോകും? അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി മറ്റൊരാളാൽ കൊല്ലപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവൻ അതെങ്ങോട്ട് പോകും? അതുമല്ലെങ്കിൽ നമ്മളെ അത്രത്തോളം ഇഷ്ടപ്പെട്ട, നമ്മളെ പ്രണയിച്ച, സ്നേഹിച്ച, നമ്മോടൊപ്പം ഉണ്ടായിരുന്നൊരു വ്യക്തി ഒട്ടും പ്രതീക്ഷിക്കാതെ അയാളുടെ ജീവിത അഭിലാഷങ്ങളൊന്നും തന്നെ പൂർത്തീകരിക്കാനാകുന്നതിന് മുമ്പ് ഒരു അപകടം അല്ലെങ്കിൽ പെട്ടെന്നൊരു രോഗം, അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ ഒട്ടും ഇഷ്ടമില്ലാതെ ഈ ലോകത്ത് നിന്നും വേർപിരിയേണ്ടി വരികയാണ് എന്നുണ്ടെങ്കിൽ അയാളുടെ ജീവൻ അതെങ്ങോട്ട് പോകും? ഇതെല്ലാം ഈ പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ടാകും, നമ്മുടെ ചുറ്റുമുണ്ടാകും. നമ്മളെ അവർ കണ്ടുകൊണ്ടിരിക്കുകയാകാം, നമ്മളെ അവർ കേട്ടുകൊണ്ടിരിക്കുകയാകാം,
നമ്മളെ സ്പർശിക്കാൻ കഴിയുന്നില്ല, നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ പോലും നമ്മളെ സദാ വീക്ഷിച്ചുകൊണ്ട് ഇരുളിൽ കാറ്റായി മഴയായി അവരുടെ സാമീപ്യം സദാസമയവും നമുക്കൊപ്പം ഉണ്ടാകും. പക്ഷേ ഇതിൽ ചിലതെല്ലാം നിശബ്ദമായി നിൽക്കുന്നതായിരിക്കാം. മറ്റു ചിലതാകട്ടെ അവരുടെ ഇഷ്ടങ്ങൾ, അല്ലെങ്കിൽ അവരുടെ സ്നേഹം, അതല്ലെങ്കിൽ അവരുടെ പിണക്കങ്ങൾ, അതുമല്ലെങ്കിൽ അവരുടെ പ്രതികാരം നമ്മോട് തീർക്കുന്നതിന് വേണ്ടി അവരാൽ കഴിയുന്ന വിധത്തിൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കും. അതാണ് ഒരു ദുർമരണത്തിന് ശേഷം വീണ്ടും ഒരു ദുർമരണം ആ കുടുംബത്തിൽ സംഭവിക്കുന്നു എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു സ്പോട്ട്, ഒരു ആക്സിഡൻറ്റ് സ്പോട്ട്, അവിടെ ഒരാൾ മരിച്ചു, പിന്നീട് ഒരാൾ മരിച്ചു, അവിടെ സ്ഥിരമായ ആക്സിഡൻ്റ് ഉണ്ടാകുന്നു, സ്ഥിരമായ ആൾക്കാർ മരിക്കുന്നു. എന്തുകൊണ്ടാണ്? അവിടെ ഒരു പ്രതികാരദാഹിയായ ആത്മാവുണ്ട്. എന്തുകൊണ്ടോ ഈ ലോകത്ത് നിന്നും പിരിഞ്ഞു പോകാൻ ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾക്കൊത്ത് ജീവിതം പൂർത്തീകരിക്കാൻ കഴിയാതെ വന്ന ഒരവസ്ഥയിൽ ദേഹം വിട്ട് യാത്രയാകേണ്ടി വന്ന ഒരാത്മാവ് അവിടെ പതിയിരിപ്പുണ്ട്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് വീടുകൾ ദുർമരണങ്ങൾ സംഭവിച്ചതിന് ശേഷം ആരും താമസിക്കാനില്ലാതെ ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന പല വീടുകളുമുണ്ട്. അത് വിൽക്കാൻ ശ്രമിച്ചാൽ നടക്കാത്തതുണ്ട്, അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ പലരും അവിടെ അധിക നാൾ താമസിക്കാതെ ഇട്ടിട്ട് പോകുന്ന വീടുകളുണ്ട്. ചില സ്ഥലങ്ങളുണ്ട്, വസ്തുവകകളുണ്ട്, കാട് കയറി നശിച്ച് കിടക്കുന്ന പല കാഴ്ചകളും നമുക്ക് കാണാം. അത് ഗ്രാമപ്രദേശങ്ങളിൽ എന്നല്ല, നഗരങ്ങളിലുമുണ്ട്. എത്രയോ വലിയ കെട്ടിടങ്ങൾ, ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഇത്തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ വലിയൊരു കെട്ടിടത്തിൻ്റെ ഏതാനും ചില നമ്പേഴ്സ്, ചില റൂമുകൾ, അല്ലെങ്കിൽ ചില ഫ്ലോറുകൾ ആർക്കും ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിൽ ഉപേക്ഷിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അതെടുക്കാൻ ആളില്ലാത്തത് കൊണ്ടല്ല, അത് എടുക്കുന്നവർക്കെല്ലാം ഈ ദുരനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ഇനി ഒരു കാര്യം കൂടി പറയാം. അസമയത്ത് സഞ്ചരിക്കുന്ന ഒരു വ്യക്തിക്ക് അവിചാരിതമായി അയാൾക്ക് പൊരുത്തപ്പെടാനാകാത്ത, അല്ലെങ്കിൽ സംശയകരമായ ഒരു കാഴ്ച കാണേണ്ടി വരുന്നു എന്നിരിക്കട്ടെ. അയാളത് പിറ്റേന്ന് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അതവിടെ കാണില്ല. അയാൾ പറഞ്ഞത് കേട്ട് മറ്റൊരാൾ അവിടെ സെർച്ച് ചെയ്യാൻ പോയാലും കണ്ടുവന്നിരിക്കില്ല. അതുപോലെ 2 പേർ, അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ വ്യക്തികൾ അസമയത്ത് ഒരു പാതയിലൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ ഒരാൾ കാണുന്ന കാഴ്ച അയാൾക്ക് മറ്റൊരാളിനെ കൂടി വിളിച്ച് ചിലപ്പോൾ കാണിക്കാൻ കഴിയാതെ വരും. അതാ അവിടെ ഒരു രൂപം, അല്ലെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തോ ഒന്ന് എന്ന് പറഞ്ഞ് തൊട്ടടുത്ത് നിൽക്കുന്ന ആളിനെ വിളിച്ച് കാണിക്കുമ്പോൾ തന്നെ അയാൾക്കത് കാണാൻ കഴിയുന്നില്ല, ആ രൂപം അപ്രത്യക്ഷമായിരിക്കും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നത് എന്താണ്? ഇത് വെറും സങ്കല്പമാണ്, നിൻ്റെ മനസ്സിൻ്റെ തോന്നൽ മാത്രമാണ്, അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടായിരുന്നില്ല, നീ സങ്കല്പിച്ച് കണ്ടതാണ്, ഒരുപക്ഷെ നീ കൺതുറന്ന് സ്വപ്നം കണ്ടതാണ്, അല്ലെങ്കിൽ നിൻ്റെ തോന്നലുകളാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവരുണ്ട്. എന്തുകൊണ്ടാണ് ഒന്നിലധികം ആൾക്കാർ സഞ്ചരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് മാത്രം ചില കാഴ്ചകൾ കാണാൻ കഴിയുന്നത്? ഓരോ വ്യക്തികളുടെയും സെൻസിറ്റിവിറ്റി പവർ വ്യത്യസ്തമായിരിക്കും. ഹൈ സെൻസിറ്റിവിറ്റി ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത ചില കാഴ്ചകൾ കാണാൻ കഴിയാതെ വരികയുള്ളൂ. അയാളുടെ ഒപ്പമുള്ളൊരു വ്യക്തി അതേ സെൻസിറ്റിവിറ്റി ലെവലിൽ അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്നാമത്തെ വ്യക്തി കണ്ട ഒരു കാഴ്ച രണ്ടാമന് തിരിച്ചറിയാൻ കഴിയില്ല. അതായത് ഒരു തൂങ്ങി മരണം നടന്ന ഒരു സ്ഥലത്തുകൂടി ആ സംഭവം നടന്നതിനെ പറ്റി യാതൊരു അറിവുമില്ലാത്ത ഒരു വ്യക്തി സഞ്ചരിക്കുകയാണെന്നിരിക്കട്ടെ, അയാൾക്കൊപ്പം ഒരാൾ കൂടെ ഉണ്ട് എന്നും കൂടി ഇരിക്കട്ടെ, അവർ 2 പേരാണ് ആ സ്ഥലത്തൂടെ ആ സമയത്ത് സഞ്ചരിക്കുന്നത്. പക്ഷേ അവിടെ ഉണ്ടാകുന്ന ഒരു അനുഭവം 2 പേർക്കും തീർച്ചയായും വ്യത്യസ്തമായിരിക്കും. ഒന്നാമത്തെ വ്യക്തി അവിടെ എന്തെങ്കിലും ഒരു കാഴ്ച കണ്ടിരിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് അത്തരത്തിലൊരു അനുഭവം അവിടെ ഉണ്ടായിരിക്കാം. പക്ഷേ രണ്ടാമത്തെ വ്യക്തി തുലം വ്യത്യസ്തനായതുകൊണ്ട്, ചിലപ്പോൾ അയാളുടെ സെൻസിറ്റിവിറ്റി പവറിൻ്റെ റേഷ്യോ വ്യത്യാസമായതുകൊണ്ട് ഒരുപക്ഷെ അയാൾക്ക് അത് അനുഭവത്തിൽ വരത്തില്ല. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. അതായത് എന്തുകൊണ്ടൊരാൾ കാണുന്നു മറ്റൊരാൾ കാണുന്നില്ല എന്നുള്ളതിൻ്റെ ആൻസർ ഇതാണ്. ഇത് തന്നെയാണ് ഒരു വിജനമായ പാതയിലൂടെ, അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട ദുർമരണം സംഭവിച്ച ഒരു വീട്ടിൽ താമസിക്കുന്ന, അല്ലെങ്കിൽ ആ വീടിന് സമീപത്തൂടെ പോകുന്ന ഒരാൾ, അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ചില അനുഭവങ്ങളുണ്ടാവാം, എന്നാൽ ചിലർക്ക് അത് അനുഭവപ്പെടുന്നില്ല. അവരത് പറയും, ഞാനവിടെ പോയിരുന്നു, ഞാനതുവഴി സഞ്ചരിച്ചിരുന്നു, ഞാൻ അതിനകത്ത് പ്രവേശിച്ചിരുന്നു, എനിക്കവിടെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് അത് അവിടെ ഇല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് നേരിട്ട് കാണുന്നതെല്ലാം മാത്രമാണ് സത്യം എന്ന് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ വിശ്വസിച്ച് ശീലമാക്കാതിരിക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലത്. വളരെ തമാശയായിട്ട് ചിലർ ചോദിക്കുന്നുണ്ട്, നീ അത് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്?
ഞാനത് കണ്ടിട്ടില്ല, എൻ്റെ കണ്ണിൽ കാണുന്നത് മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. അപ്പോൾ അതിന് തമാശയായിട്ട് തന്നെ ഒരു ചോദ്യം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, നീ ദുബായിൽ പോയിട്ടുണ്ടോ? ഇല്ല. ദുബായ് എന്നൊരു സ്ഥലം ഉള്ളതായിട്ട് അറിയാമോ? അറിയാം. പക്ഷെ നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. ദുബായ് നീ കണ്ടിട്ടില്ല എന്ന് വെച്ച് ദുബായ് അവിടെ ഇല്ല എന്നാണോ അതിനർത്ഥം? അതുപോലെ തന്നെയാണ്, ഒരാൾ ഒരു സംഭവം കണ്ടിട്ടില്ല അല്ലെങ്കിൽ അയാൾക്ക് അത് അനുഭവപ്പെട്ടില്ല എന്നതുകൊണ്ട് അത്തരം ഒരു സംഭവം ഇല്ല എന്ന് അയാൾക്ക് അവകാശപ്പെടാൻ പറ്റില്ല. അയാൾക്ക് അങ്ങനെ ഒരു സംഭവം അനുഭവത്തിൽ വന്നിട്ടില്ല എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ഒരു നെഗറ്റീവ് സ്പിരിച്വൽ പവർ നമ്മുടെ പ്രപഞ്ചത്തിൽ അന്തർലീനമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയധികം ആരാധനാ മൂർത്തികളെയും ദൈവങ്ങളെയും എല്ലാം, മന്ത്രങ്ങളും തന്ത്രങ്ങളും വേദപുസ്തകങ്ങളും എല്ലാം നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി വെച്ചേക്കുന്നത്. നമുക്ക് ഈ നെഗറ്റീവ് എനർജികളിൽ നിന്നും പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അതിന് ഓരോ മതക്കാരും ഓരോ രാജ്യക്കാരും ഓരോ സംസ്കാരത്തിൽ ഉൾപ്പെട്ടവരും വ്യത്യസ്തമായ ആചാര അനുഷ്ഠാന ക്രമങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവരെല്ലാവരും ഒരു പോസിറ്റീവ് എനർജിയുടെ പ്രൊട്ടക്ഷൻ കിട്ടുന്നതിന് വേണ്ടി, ഈ നെഗറ്റീവ് എനർജിയിൽ നിന്നും ഒരു മോചനം ലഭിക്കുന്നതിന് വേണ്ടി ആണ് ഇത്തരം കാര്യങ്ങൾ എപ്പോഴും ചെയ്യുന്നത്. പണ്ട് മുതലേ നമ്മൾ പാരമ്പര്യമായി നമ്മുടെ ഭാരതത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ബാധ ഒഴിപ്പിക്കൽ, പ്രേത ഒഴിപ്പിക്കൽ, ആവാഹനം, ബിംബത്തിലേക്ക് ആവാഹിക്കുക, പാലമരത്തിൽ ആണിയടിച്ച് യക്ഷിയെ തളയ്ക്കുക, വീട്ടിൽ നിന്നും പ്രേതത്തെ ഒഴിവാക്കി വിടുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മറ്റ് സമുദായക്കാരും ചെയ്യുന്നുണ്ട്. സെമിത്തേരിയിലേക്ക് കൊണ്ടുപോവുക, അല്ലെങ്കിൽ കുരിശ് ഉപയോഗിച്ച് ചെയ്യുക, അല്ലെങ്കിൽ പുണ്യതീർത്ഥങ്ങൾ ഉപയോഗിച്ച് ചില കാര്യങ്ങൾ ചെയ്യുക. മറ്റ് മതസ്ഥരെല്ലാവരും, അതിൻ്റെ ഉസ്താദുമാരെല്ലാം ഇത്തരം ഈ പ്രേതാവാഹനം എന്ന് പറയുന്നൊരു കാര്യം ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അതിൻ്റെ നിജമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. നമുക്ക് വ്യത്യസ്തമായ നെഗറ്റീവ് എനർജികൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മളെ ദുരിതത്തിലാക്കി ബുദ്ധിമുട്ടിലേക്ക് ആക്കുമ്പോൾ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. പിന്നെ സയൻറ്റിഫിക്കായിട്ട് പറയുന്ന ഒരു കാര്യം, ഇത് മനസ്സ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ തോന്നലാണ്, മനസ്സിൻ്റെ സാങ്കല്പിക സൃഷ്ടിയാണ് എന്ന് മനഃശാസ്ത്രജ്ഞന്മാർ ചില കാര്യങ്ങളിലെല്ലാം പറയുന്നുണ്ട്. അടിസ്ഥാനപരമായി ഒരു പരിധിവരെ അതിലെല്ലാം സത്യവും ഉണ്ടാവും. കാരണം ഒരു മനുഷ്യൻ ഇരുട്ടത്ത് ഒരു വാഴയുടെ കരിയിൽ അനങ്ങുന്നത് കാണുമ്പോൾ അവനതൊരു രൂപമാണ്, അല്ലെങ്കിൽ ഒരു പ്രേതമാണ്, ഒരു പിശാചാണ്, യക്ഷിയാണെന്ന് സ്വയം സങ്കല്പിച്ചിട്ട് പിന്തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിലെന്നും ആ വാഴയുടെ സ്ഥാനത്ത് ഒരു യക്ഷി ഉണ്ടായിരുന്നു എന്ന്, അല്ലെങ്കിൽ ഒരു പിശാചുണ്ടായിരുന്നു എന്ന് തന്നെ അവൻ ഉറച്ചു വിശ്വസിക്കും. അവൻ്റെ ആ ഉറച്ച വിശ്വാസം അതവനെ അപകടത്തിലേക്ക് കൊണ്ടുപോകും. പിന്നും അവൻ മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴും ആ യക്ഷിയോ ഭൂതമോ ഒക്കെ അവിടെ മറഞ്ഞിരിക്കുന്നു എന്നൊക്കെ അവന് തോന്നും. അതേസമയം കുറച്ചുകൂടി ധൈര്യം കാണിച്ച് ആ സ്ഥലത്തേക്കൊന്ന് നോക്കിയിട്ട് അതൊരു വാഴയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവന് മനസ്സിലാവും അത് ഇരുട്ടത്ത് നിന്ന് വാഴയുടെ കരിയിൽ ആടിയതാണ്, അത് ഒരു പ്രേതമല്ല എന്ന് തിരിച്ചറിയാൻ കഴിയും. അപ്പം മനസ്സിൻ്റെ ചില തോന്നലുകൾ നമ്മളെ ഇത്തരത്തിലുള്ള ഭൂതപ്രേത പിശാചുകളിലേക്ക് ഉള്ള അമിതമായ വിശ്വാസത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുമെന്നും നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം അതിൽ അടിയുറച്ചു പോകും എന്നുമൊക്കെ സയൻറ്റിഫിക്കായിട്ട് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. അതിന് ഒരു പരിധിയുമുണ്ട്. കാരണം ഈ പറയുന്ന മനഃശാസ്ത്രജ്ഞന്മാർക്ക് പോലും, അല്ലെങ്കിൽ ആരോഗ്യരംഗത്തെ പല പ്രതിഭാധനന്മാരായ വ്യക്തികൾക്കും ഒരു മനുഷ്യൻ്റെ മരണം സംഭവിച്ചു, അയാളുടെ ഹാർട്ട് ബീറ്റ്സ് നിന്നു, തലച്ചോറിലെ രക്തയോട്ടം നിലച്ചു, സ്പന്ദനം നിലച്ചു, ശരീരത്തിൻ്റെ പൾസ് പോയി തണുത്തു, മരണം സംഭവിച്ചു എന്ന് പറയാം. പക്ഷേ അതുവരെ അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന, അവനെ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരുന്ന, ചിന്തിപ്പിച്ചു കൊണ്ടിരുന്ന, വികാരപരമായി നമ്മളോട് ഇടപെടുത്തിക്കൊണ്ടിരുന്ന, സംസാരിപ്പിച്ചു കൊണ്ടിരുന്ന, സ്പർശിച്ചു കൊണ്ടിരുന്ന ആ പവർ, ആ ബോഡിക്ക് ഉള്ളിൽ അന്തർലീനമായിരുന്ന ആ പവർ, അതെന്താണ്? അത് ഈ ഹാർട്ട് ബീറ്റ്സും പൾസും എല്ലാം നിലച്ചതിന് ശേഷം എങ്ങോട്ട് പോയി എന്ന് ഒരു ഡോക്ടർക്ക് ഇതുവരെ സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഏതൊരവസ്ഥയിലായിരുന്നു എന്ന് ജീവിച്ചിരിക്കുന്ന എനിക്കോ നിങ്ങൾക്കോ ഒന്നും അറിയില്ല. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ആരായിരുന്നു? പൂർവ്വജന്മം, മുൻ ജന്മം, അങ്ങനെ അല്ലെങ്കിൽ ഇനി വരുന്ന ജന്മങ്ങളെയൊക്കെ പറ്റി പല സങ്കല്പങ്ങളും പുരാണങ്ങളും പുരാണ കഥകളുമൊക്കെ പ്രചരിക്കുന്നു. എങ്കിലും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ ആരായിരുന്നു? എനിക്കറിയില്ല. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരായിരുന്നു? അറിയില്ല. നിങ്ങളുടെ മരണം, അതിനുശേഷം നിങ്ങൾ എങ്ങോട്ട് പോകും എന്ന് നിങ്ങൾക്കറിയാമോ? എനിക്കും അറിയില്ല, ആർക്കും അറിയില്ല.
നമുക്ക് തികച്ചും അജ്ഞാതമായ ഒരു ലോകത്ത് നിന്നും ഇവിടേക്ക് വന്നു. ഇനി ഈ ലോകത്ത് നിന്നും മറ്റൊരു ലോകത്തേക്ക് പോകുന്നു. എവിടെ നിന്ന് വന്നു എന്നറിയില്ല, ഇനി എങ്ങോട്ട് പോകുമെന്നും അറിയില്ല. ഇത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമുക്കൊരു റൂമായിട്ട് നമുക്ക് സങ്കല്പിക്കാം. ഒരു റൂം, നല്ല വെളിച്ചമുള്ള, എല്ലാ പ്രോപ്പർട്ടീസുമുള്ള, ജീവസ്പന്ദനമുള്ള ഒരുപാട് പേർ നമ്മോടൊപ്പം ഇടപഴകുന്ന ഒരു മുറി. നമ്മളൊരു വാതിൽ തുറന്ന് ആ മുറിയിലേക്ക് വന്നു. നമ്മളവിടെ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ നമുക്കൊരു ടൈം പറഞ്ഞിട്ടുണ്ട്. അത്രയും ടൈം നമ്മളവിടെ സ്പെൻഡ് ചെയ്യുന്നു. നമ്മൾ അവിടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് പുറത്തേക്ക് പോകാനുള്ള സമയമാകുന്നു. അതിനുള്ള ബെല്ല് മുഴങ്ങുമ്പോൾ നമ്മൾ പുറത്തേക്കുള്ള വാതിൽ തുറന്ന് പുറത്തേക്ക് പോകുന്നു. ഈ പുറത്ത് പോയ ഒരാൾ പോലും തിരികെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഞാൻ ചെന്ന് ചേർന്നിരിക്കുന്നത് ഈ ഒരു സ്ഥലത്തേക്കാണ് എന്ന് അവിടെ പോയിട്ടുള്ളവരാരും ഇവിടെ വന്ന് പറഞ്ഞിട്ടില്ല. ഈ വാതിലിനപ്പുറം, നമ്മൾ പുറത്തേക്കുള്ള വാതിൽ തുറന്ന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ വാതിലിനപ്പുറം എന്താണ് എന്ന് നമുക്ക് ഒരു മുന്നറിവുമില്ല. സങ്കല്പങ്ങളും അനുമാനങ്ങളും ചില പുരാണ കഥകളുമല്ലാതെ നമുക്കൊന്നും അറിയില്ല. അപ്പം നമ്മെ സംബന്ധിച്ച് ശാസ്ത്രം ഇത്രയും വളർന്നിട്ടും ഈ വാതിലിനപ്പുറം, അതായത് മരണം എന്ന് പറയുന്ന ഒരു വാതിലിന് അപ്പുറം എന്താണ് എന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ഈ മരണത്തിന് അപ്പുറത്തേക്ക് പോയിട്ട് വന്നവരാരുമില്ലാത്ത സാഹചര്യത്തിൽ തന്നെ ഈ മുറിയിൽ അത്ര നേരം ഉണ്ടായിരുന്ന ചില വ്യക്തികൾ മരണത്തിന് ശേഷവും, അതായത് നിർബന്ധമായും അവരുടെ അവസാന ബെല്ല് മുഴങ്ങിയതിന് ശേഷവും പോകാതെ ഇതിനകത്ത് തന്നെ ചുറ്റിപ്പറ്റി നിന്ന് കഴിഞ്ഞാൽ അവർ ഇവിടെ ഉള്ളവർക്ക് എന്തുമാത്രം ഉപദ്രവം ഉണ്ടാക്കും. കാരണം അവർക്ക് ഇവിടെ വിട്ടുപോകാൻ വയ്യ. അവർക്കെന്നാൽ ഇവിടെ നിൽക്കുവാനും കഴിയില്ല. അതാണ് ദുരാത്മാക്കൾ, പ്രേതം, ഭൂതം, യക്ഷി, സ്പിരിച്വൽ പവർ, ഈവിൾസ് എന്നൊക്കെ പറയുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ചാനലിൽ ചർച്ച ചെയ്യുന്നത്. ഇത് കുറേയൊക്കെ കഥകളും സങ്കല്പങ്ങളും അനുമാനങ്ങളും അനുഭവങ്ങളും നമ്മൾ പല സ്ഥലത്തു നിന്നും കളക്ട് ചെയ്യുന്ന വിവരങ്ങളും ഒക്കെ ആയിരിക്കും. നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതും എന്നാൽ ഇവിടെ അവശേഷിക്കുന്നതുമായ പല സത്യങ്ങളെയും നമ്മൾ ഇഴകീറി മുറിക്കുവാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. നമ്മൾ എന്തുകൊണ്ട് ഇരുട്ടിനെ ഭയപ്പെടുന്നു? ഇരുട്ടിൽ എന്താണ്? ഇരുട്ടിലിരിക്കുന്ന എന്തെങ്കിലും, ആ എന്ത് എന്ന് പറയുന്ന സാധനം എന്തുമാത്രം നമ്മുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം.